ചേച്ചി ഈ പിള്ളേരൊക്കെ വളർത്തുമ്പോൾ മര്യാദക്കൊക്കെ വളർത്തിക്കൂടെ? അതിന് അവർക്ക് മര്യാദക്ക് കുറവൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ പിള്ളേർക്ക് മൂത്തവരോട് തറുതല പറയാനും എതിർത്ത് പറയാനും മാത്രമേ അറിയുള്ളൂ. ഓ എന്തുവാടി? അമ്മ വീട്ടിലല്ലേ താമസിക്കുന്നത്, അമ്മയ്ക്ക് ആ പിള്ളേരൊന്ന് ഉപദേശിച്ചൂടെ? അതിന് പിള്ളേരെന്ത് ചെയ്തു? എന്റെ പൊന്നമ്മ, ഞാനാവും ആ പിള്ളേര് വെറുതെ ഒന്ന് ഉപദേശിക്കാൻ പോയതാ. ആ കൃഷ്ണല്ലേ, അവളെന്റെ മെക്കിട്ട് കയറി. അത് കേട്ട് രണ്ടെണ്ണം എന്നെ കൊന്നില്ല എന്നുള്ളോ? നീ അവളെ ചൊറിയാൻ പോയിട്ടായിരിക്കും. ഞാനാരും ചൊറിയാൻ പോയിട്ടില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോയി. ഇവളെ ആ പിള്ളേരുടെ അപ്പച്ചല്ലേ, അപ്പച്ചോട് തറുതല പറയാൻ ആ പിള്ളേർക്കൊന്നും ആയിട്ടില്ല കേട്ടോ. മത്തം കുത്തിയ കൊമ്പളം മുളക്കുമോ? എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. വെറുതെ അല്ല, പിള്ളേര് ഇങ്ങനെ തന്നെ. പിള്ളേരെ ഒന്ന് മര്യാദയും അടക്കം ഒതുക്കൊക്കെ പഠിപ്പിക്കണം, വളരെ നല്ലതായിരിക്കും. അമ്മ വാ, ആ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. വാ. മക്കളെ വിഷമിക്കണ്ട, നീ എല്ലാം കൂടെ എന്റെ കൊച്ചിനെ ഒറ്റപ്പെടുത്താൻ നോക്കിയല്ലേടി. എനിക്കതല്ലേ പണി. വാ പോവാം. എൻ്റെ അമ്മേ, ഇവളെന്തെങ്കിലും പിള്ളേരെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ദേഷ്യത്തിന് പിള്ളേർ ഒന്നോ രണ്ടോ അധികം അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? തെറ്റും ശരിയും ഞാൻ പഠിപ്പിക്കാൻ നിന്നെ കേട്ടാ. പൊടിയെല്ലാം കൂടെ അവള് വാരി ഉണ്ടോ? ഇതാടി ഇവിടുത്തെ കുഴപ്പം. ദേഷ്യം വരുമ്പോഴത്തേക്കും കണ്ട എന്നെ കളിയാക്കോടി, ആ ചിരിക്കുന്നുണ്ടോ? എൻ്റെ പിള്ളേനെ ഇനി എന്തെങ്കിലും വന്ന് ചൊറിയാനോ എന്താ മാന്താനോ അതൊക്കെ പിള്ളേർ നീയും കൂടെ ചെന്നാലുണ്ടല്ലോ സരസ്വതി അമ്മയുടെ തനികോണം കാണും. മോള് വന്ന അഹങ്കാരായിരിക്കും എന്റെ മേത്ത് അല്ലേ? എടി നീ അത് ഉണ്ടാക്കുക, അഹങ്കാരമൊക്കെ പിന്നെ പറ. നീ അത് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിക്കോളും, ഞാൻ സമയമാകുമ്പോ ഉണ്ടാക്കിക്കോളും. സമയമായിട്ടില്ല. എന്റെ കൊച്ചു വിശത്ത് നിൽക്കുക. എത്ര നേരമായി അവിടെ നിൽക്കുന്നു? വേണമെങ്കിൽ അതാ ഒറ്റക്ക് പരത്തിച്ചോളൂ. അവിടെ വരെ എന്തെങ്കിലും ചുട്ടു കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയില്ല, ഇവിടെ വൃത്തിയാക്കിയില്ല, ആ പാത്രം തേച്ചെടുത്ത് പറഞ്ഞ നീ അതും പറയും. ഉയ് നല്ലോണം ചേർത്ത് പിടിക്ക്. ഇവിടെ എന്റെ മോളല്ലേടി, പിന്നെ എന്ത് ഭർത്താവാണ് ഈ പറയുന്നത്? ഞാൻ ഇനി ചേർത്ത് പിടിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് ചേർത്ത് പിടിക്കണം. നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം. അപ്പൊ ഇവൾ ഇത്ര നേരം വന്നിട്ട് എന്റെ മക്കളെ കുറ്റം പറയുമ്പോൾ എനിക്ക് കൊള്ളത്തില്ല? എന്താ എടി നിന്റെ മക്കളാ, നിങ്ങൾ പ്രസവിച്ചതും ഞാൻ ഛർദ്ദിച്ചതുവാ? എന്നെ പറയിപ്പിക്കില്ലേ? നിന്റെ മക്കള് ഈ ഇവളോട് പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവളെ കുറ്റം പറയുന്ന എന്തിനാന്നാ എന്റെ ചോദ്യം. പിള്ളേരെത്ര ചെറുതാമേ, ഇവളെത്ര വലുതായി, കുറച്ച് മനസ്സിലാക്ക്. ചെറിയ പിള്ളേരുടെ വായിന്ന് വരുന്ന വരുത്താനാ അമ്മ കേട്ടത്. ഇവള് പഠിപ്പിച്ചുവിടുന്നാടി, ഇവള് പഠിപ്പിച്ചുവിടുന്ന. എന്നെ പറ്റി എല്ലാ കുറ്റവും ഇങ്ങനെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ എന്നോട് ഒരു വെറുപ്പായി തുടങ്ങിയപ്പോ. നിന്റെ മോള് നന്നായിട്ടില്ലേടി മക്കളെ വളരുന്നത്? ഇങ്ങനൊന്നും അല്ലല്ലോ. എനിക്ക് അഭിമാനിക്കാൻ അതേ ഉള്ളൂ. പോടി, അതുണ്ടാക്കി വെച്ചേര് കേട്ടോ, വന്നേക്കാം. പുഷ്പേ ചേച്ചി പോടി അവിടുന്ന്. ഓ മക്കളെ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നീ ഉരുട്ടിക്കോടി, ഞാൻ തിന്നോളാം. നീ ചുട്ടു, അമ്മ ധൈര്യമായിട്ട് തിന്നോളൂ. ചുമ്മാ കത്തിച്ചൂടി. ദുരഹങ്കാരണം അത്. മക്കളെ എന്നും എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ മണ്ടയിലേക്ക് ഇട്ടെറിയും എപ്പോഴും. ഞാനായതുകൊണ്ട് ഇതൊക്കെ സഹിച്ചു പോകണം. 100ലേക്ക് വിളിക്കേണ്ടി വരുമോ? 100 തന്നെ അടി. പോലീസ് വേണ്ട, പോലീസൊന്നും ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഒക്കെ പാടായത്. അത് കുഴപ്പമില്ല. അഹങ്കാരണം അവൾക്ക്. ഇങ്ങനെ പോയാൽ എന്തോ ചെയ്യും? നമ്മ പരത്തൂലത്. എനിക്കത് പരത്താനൊന്നും അറിയില്ല. ഞാനെന്നാ പിന്നെ അങ്ങോട്ട് പൊക്കോട്ടെ. ഇത് പരത്തണ്ട, ഞാൻ ഇത് ഉണ്ട പുഴുങ്ങും. എന്നോടാ കളി. ഇത് ഇങ്ങനെ എടുത്തിട്ടേ ഇച്ചിരി ശർക്കര എന്തെങ്കിലും വെച്ച് ഉണ്ട പുഴുങ്ങാൻ നല്ലതാ. അതമ്മ വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പരത്തേണ്ടി വരും. അവിടെ ചേച്ചി തന്നെ പരത്തിക്കോളൂ, പോരാൻ കിടും. അവരെ മക്കൾക്ക് തിന്നണ്ട എന്തായാലും നമുക്ക് വേണ്ടത് പോകും.